ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നടന്ന KTET3 ഇംഗ്ലീഷ് എക്സാമിനേഷന്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഒരുപാട് അങ്ങ് ഈസിയും അല്ല, ഒരുപാട് അങ്ങ് ടഫും ആയിട്ടില്ല. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, പലതവണ വന്ന ചോദ്യങ്ങൾ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷേക്സ്പിയറുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഇത്തവണയും ഒരു കോട്ട് നൽകിയിട്ട് അത് ഏത് വർക്കാണെന്ന് കണ്ടെത്താനുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഷേക്സ്പിയറിനെ കുറിച്ച് റോബർട്ട് ഗ്രീൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ആരെ കുറിച്ചാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് ഏകദേശം 7 ചോദ്യങ്ങളോളം അവിടെ നിന്നുണ്ടായിരുന്നു. പിന്നെ കറന്റ് അഫയേഴ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, റീസെന്റ് ആയിട്ടുള്ള നോബൽ പ്രൈസ് ഒക്കെ നോക്കി വെക്കണമെന്നുള്ളത്. ഇത്തവണ നോബൽ പ്രൈസ് വിന്നറിന്റെ പേരല്ല ചോദിച്ചത്, വിന്നറിന്റെ പേര് തന്നിരുന്നു, അദ്ദേഹത്തിന്റെ രാജ്യം ഏതെന്ന് കണ്ടെത്താനായിരുന്നു. പിന്നെ ഫെമിനിസത്തിൽ നിന്ന് 2 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഈസി ആയിട്ടുള്ള 2 ചോദ്യമാണ്, എല്ലാവർക്കും ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്ത്യൻ റൈറ്റിംഗിൽ നിന്ന് 4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ തിയറി, നമ്മുടെ സിലബസിൽ എടുത്ത് പറയില്ലെങ്കിലും തിയറിയിൽ നിന്ന് ചോദ്യം വരും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സെഷറുമായിട്ട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം തന്നെ ഇത്തവണയും ചോദിച്ചു, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഡീകൺസ്ട്രക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഡീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡെറിഡയുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം ചോദിച്ചു. സൈക്കോ അനാലിസിസിൽ നമുക്ക് ലക്കാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, പിന്നെ ന്യൂ ക്രിറ്റിസിസം ഒരു ചോദ്യം, ടച്ച് സ്റ്റോൺ മെത്തേഡ് മാത്യു അർണോൾഡുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഭക്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ ഇപ്പം ഡിഗ്രി മാത്രം പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി കാണും. PG ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ടേമുമായിട്ട് കുറച്ച് പരിചയം ഉണ്ടായതുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുമായിരുന്നു. പിന്നെ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഏരിയ ആണ് പെഡഗോജിയിലെ ആ ഒരു മെത്തേഡ്സ് എന്നൊക്കെ പറയുന്ന ഏരിയ. ഇത്തവണ നമുക്ക് സൈലന്റ് വേ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ടീച്ചിങ്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, അതോടൊപ്പം തന്നെ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സൈക്കോളജിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നമുക്ക് സ്കോർ തരുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു ഇത്തവണ പെഡഗോജി. പെഡഗോജി വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ നോക്കാം. വിർജീനിയ വൂൾഫിന്റെ ഒരു കോട്ടും അല്ലെങ്കിൽ ആ റൂം ഓഫ് അൺസോൺ എന്നുള്ള വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഒരുപാട് തവണ വന്നതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെഷറിന്റെ ആ ഒരു സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് മുമ്പും വന്ന ചോദ്യമാണ്. മാർലോസ് മൈറ്റി ലൈൻ, അതും മുമ്പ് വന്നിട്ടുള്ള ചോദ്യമാണ്. ഹിയസ് ഗോഡ് പ്ലെന്റി എന്തിനെ കുറിച്ച് പറഞ്ഞാണ്? ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ്. ഇത്തവണ കാൻറ്റർബറി ടെയിൽസിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ചോദ്യം ഇല്ലായിരുന്നെങ്കിലും ആ ഒരു വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അബ്സ്ട്രാക്ട് പ്രോ, ആ ഒരു ഡെഫിനിഷൻ, ആ ഒരു ആരെ കുറിച്ച് പറഞ്ഞാണെന്നുള്ള രീതിയിൽ പലതവണയും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് റോബർട്ട് ഗ്രീൻ ഷേക്സ്പിയറിനെ കുറിച്ച് പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്കും ഇതേ ചോദ്യം അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്യാരക്ടറാണ് മിസ്സിസ് മാലപ്രോപ്പ്. മിസ്സിസ് മാലപ്രോപ്പ് ഏത് നാടകത്തിലെ കഥാപാത്രമാണെന്നും, സ്ഥിരമായിട്ട് റൈവൽസ്, ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള വർക്കുകളിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചോദ്യം വരാറുണ്ട്. അപ്പം ആ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പിന്നെ ഇമേജിസ്റ്റ് മൂവ്മെന്റ് ആരാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ചോദ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഹാംലെറ്റിന്റെ പ്രോക്രാസ്റ്റിനേഷൻ, ഹമേർഷിയുടെ കാര്യം, അത് വീണ്ടും ചോദിച്ചു. പിന്നെ അഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെച്ചത് ആരാണ്? സ്റ്റീഫൻ ക്രേഷൻ, അതും ഇത്തവണ ചോദിച്ചു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് സിലബസ് മനസ്സിലാക്കി ഓരോ ഏരിയയും കൃത്യമായിട്ടുള്ള സമയം വെയിറ്റേജ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ കഴിയുന്ന ഒരു പരീക്ഷ തന്നെയാണ്. അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ഏരിയ പറയാം. റിപ്പീറ്റഡ് ഏരിയ ഷേക്സ്പിയറിന്റെ കോട്ട് ചോദിക്കുന്നത്. ബ്രൗണിങ്ങിന്റെ മോണലോഗ് ഇത്തവണയും ചോദിച്ചു. വേർഡ്സ്വർത്ത്, ആർണൽഡ്, റോബർട്ട് ഫ്രോസ്റ്റ്, TS ഇലിയറ്റ്, ചാൾസ് ലാംബ്. പിന്നെ നമുക്ക് നമ്മുടെ LSRW സ്കിൽസ്, ബേക്കൺ, ZPD ടെസ്റ്റുകൾ, ഇതൊക്കെ മുമ്പും ചോദിച്ച ഏരിയ ആണ്. അതേ ഏരിയയിൽ നിന്ന് മറ്റ് ചോദ്യങ്ങൾ ചോദിച്ച ഒരു ടൈമാണ്. അപ്പൊ ആ ഏരിയയെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി തന്നെ ആൻസർ കണ്ടെത്താൻ കഴിയുന്ന ലെവൽ ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാണ്. ഇത് എന്തോ മോഹൻലാൽ പറയാറില്ലേ, എന്തോ എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണെന്ന്, അതുപോലെയാണ് ഈ ഒരു വർക്ക്. ഈ വർക്ക് കേട്ടിട്ട് ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ തവണയും എന്തെങ്കിലും ചോദ്യം ചോദിക്കും. ഇത്തവണ ട്വിസ്റ്റിംഗ് ആയിട്ടാണ് ചോദിച്ചത്. ആ ഒരു ഫാർ ഫ്രം പ്രൗഡ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദ്യം. ഉത്തരം എൽജി റിട്ടണിനെ കൺട്രി ചർച്ചയാണ്. കഴിഞ്ഞ പരീക്ഷ നോക്കിയാലും അതിന് മുമ്പത്തെ പരീക്ഷ നോക്കിയാലും അതിനു മുമ്പ് നോക്കിയാലും എല്ലാം എന്തെങ്കിലും ഒരു ചോദ്യം ആ ഒരു വർക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇത്തവണ ബ്ലൂംസ് ടാക്സോണമി, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചോദ്യം വന്ന ഒരു എക്സാമും കൂടെയായിരുന്നു. പിന്നെ ഇത്തവണ നമുക്ക് ചോദ്യം വരാത്ത ഏരിയ എന്ന് എടുത്ത് പറയാനാണെങ്കിൽ മീഡിയ, ഫിലിം ആൻഡ് ട്രാൻസ്ലേഷൻ, വളരെ ഈസി ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു മേഖലയായിരുന്നു. കുറച്ച് പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇത്തവണ എന്തോ
ചോദ്യം വന്നിട്ടില്ല. സാധാരണ എല്ലാ തവണയും ചോദിക്കുന്നതാണ്, ഇത്തവണ ചോദ്യം വന്നിട്ടില്ല. അതേപോലെ തന്നെ കാൻറ്റർബറി ടെയിൽസിലെ ക്യാരക്ടേഴ്സിൽ നിന്നും ചോദ്യം വന്നിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ജനറൽ ആയിട്ട് ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ ആൻസർ കീ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് നോക്കാം. പിന്നെ 2-3 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ കഴിയാത്ത 2-3 ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പഠിച്ച പ്ലാനിങ്ങോട് പഠിച്ച് വന്ന എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാം തന്നെയാണ്. നമ്മുടെ ഒരു ലിറ്ററേച്ചർ ഏരിയ കൊണ്ട് എന്താണ് പലർക്കും മാർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കേട്ടിട്ട് പാസ്സാവാൻ പറ്റാതെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം പഠിച്ച ഒരാൾക്കാണെങ്കിൽ ഇത്തവണ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു പരാതി വരില്ല. അപ്പം നമ്മൾ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന അല്ലെങ്കിൽ ഡേറ്റ് അടുക്കുമ്പോൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളൂടെ പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഓരോ ഏരിയ നമ്മൾ തീർത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ നേടാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഇനി അടുത്ത വരാൻ പോകുന്ന എക്സാംസ് ഇനി നമുക്ക് എന്താണ് ഈസിയായി വരണമെന്നില്ല. അറിയാലോ, കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ എല്ലാം തന്നെ കാഠിന്യം കൂടി വരത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതനുസരിച്ച് എക്യുപ്ഡ് ആവണം. നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് എല്ലാവരെയും പോലെ നമുക്ക് അവരോടൊപ്പം തന്നെ മുന്നോട്ട് എത്തണം. അല്ലെ, ഇതൊരു എലിജിബിലിറ്റി എക്സാം ആണ്. ഇത് കഴിഞ്ഞ് ഇനിയും നമുക്ക് കടമ്പകൾ ഏറെ കടക്കാനുണ്ട്. അപ്പൊ എത്രയും വേഗം തന്നെ എലിജിബിലിറ്റി എക്സാംസ് ഒക്കെ പാസ്സാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഐപ്ലസിന്റെ ക്ലാസ്സുകൾ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.